ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ പാചകമല്ല കേട്ടോ. ഞങ്ങളുടെ ലിയോ മോനെ ഒന്ന് ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഞാനും മേർക്കുട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത്. പെരുന്നാളിൻ്റെ തലേന്നാണ്. സാധാരണ ഞാനും മുന്നാച്ചുമാണ് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞങ്ങളോർത്തൊന്ന് പുറത്ത് കൊണ്ടുപോയി അവനൊന്ന് ഗ്രൂം ചെയ്യിക്കാൻ. അപ്പോൾ അതേ പോണ വഴി അവൻ്റെ ഒരു കുസൃതികളൊക്കെ കാണാം. സീറ്റിൻ്റെ മേളിലൊക്കെ കയറിയിരുന്ന് കുറച്ച് നേരം എൻ്റെ മടിയിൽ വന്ന് കിടന്നുറങ്ങി. പിന്നെ ദേ എൻ്റെ തോളത്ത് കയറിയിരുന്ന് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളപ്പോൾ പോകുന്നത് ആലുവ മെട്രോ സ്റ്റേഷനടുത്തുള്ള പെറ്റ് ഹബിലേക്കാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു 4 കഴിയുമ്പോൾ അവിടെ എത്തുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ആദ്യം തന്നെ അവന് ഭയങ്കര പേടിയായിരുന്നു. അവിടെ കുറേ കിളികളും പിന്നെ വേറെ പൂച്ചകളുടെയൊക്കെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ആദ്യം അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവനത് ഇതുപോലെ ഒരു തുടലിൽ കെട്ടിയിട്ടിട്ടായിരുന്നു നഖം വെട്ടിച്ചത്. ആദ്യം അവൻ കുറച്ച് വയലൻ്റ് ആയെങ്കിലും പിന്നെ ശാന്ത സ്വഭാവക്കാരനായിട്ട് കൈയും കാലും ഒക്കെ നീട്ടി വെച്ച് തന്നു. പിന്നെ അവൻ്റെ ചെവിയിൽ രണ്ടിലും ഇതുപോലെ മരുന്നൊക്കെ ഒഴിച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു. പക്ഷേ അവർ നല്ല വിനയത്തിന് തന്നെ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ തന്നു കേട്ടോ. അവൻ്റെ ചെവിയിലൊക്കെ ഇഷ്ടംപോലെ അഴുക്കുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിൽ കുളിപ്പിക്കുമ്പോഴത്തേക്കും എനിക്ക് ചെവിയൊക്കെ ക്ലീൻ ചെയ്യാൻ പേടിയാണ്. പക്ഷേ അവിടെ ആ പെറ്റ് ഹബിലുള്ള പുള്ളി നല്ല പോലെ ചെവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം അവനെ ബാത്ത് ടബിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ അവന് ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര പേടി. അത് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും അവൻ ആദ്യം ഒന്ന് വയലൻ്റ് ആവും. പിന്നെ അവൻ ശാന്ത സ്വഭാവക്കാരനായിട്ടൊക്കെ അവിടെ കിടന്നു കൊടുത്തു. പിന്നെ പുള്ളി ബ്രഷൊക്കെ വെച്ച് ഉരച്ച് അവൻ്റെ കൈയും കാലും ഒക്കെ എല്ലാം നല്ല വൃത്തിയാക്കി തന്നു കേട്ടോ. നോക്കിക്കേ അവൻ്റെ രോമമൊക്കെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും നോക്കിക്കേ. പിന്നെ കൈയും കാലൊക്കെ ഇതുപോലെ നമ്മൾ തുണി പിഴിയണ പോലെയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ടർക്കിയൊക്കെ കൊണ്ട് തുടച്ച് തന്നു കേട്ടോ. നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അവന് പേടി തോന്നി എപ്പോഴാണെന്നറിയാവാ, അവന് ഹെയർ ഡ്രൈ ചെയ്തപ്പോഴാണ് കേട്ടോ. ആദ്യമൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു. ഹീറ്റ് ചെല്ലുമ്പോൾ തന്നെ അവന് പേടിയാണ്. പിന്നെ അവൻ ശാന്ത സ്വഭാവക്കാരനായിട്ട് നല്ല കുട്ടിയായിട്ട് അവിടെ ഇരുന്ന് കേട്ടോ. ആ സമയത്ത് ഞാൻ ഇവിടെ ഇഷ്ടംപോലെ കിളികളും പൂച്ചക്കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ടൈപ്സ് ഓഫ് കിളികൾ, മീനുകൾ, പിന്നെ നമ്മുടെ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ കൊടുക്കുന്ന കിളികൾക്കൊക്കെ കൊടുക്കുന്ന തീറ്റികൾ, മരുന്നുകൾ, പിന്നെ ഷാമ്പു, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, നല്ല ക്യൂട്ട് പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ വലിയ പൂച്ചകളൊക്കെ ഉണ്ട്, അത് ഉള്ളിലാണ്. പിന്നെ കിളികൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അടക്കാക്കിളികളെയൊക്കെ പോലുള്ള കിളികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലിയോമോന് ബ്രഷൊക്കെ വെച്ച് മുടിയൊക്കെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ വീണ്ടും അവൻ്റെ ചെവിയൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ ശാന്ത സ്വഭാവക്കാരനായിട്ട് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ മീശയൊക്കെ ഒന്ന് വെട്ടി അതൊക്കെ ലെവലാക്കി എല്ലാം കഴിഞ്ഞ് അവനെ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോഴാണ് അവനും എനിക്കും ഒക്കെ ഒരു ആശ്വാസം ഇത് കേട്ടോ. അപ്പോൾ ആലുവ മെട്രോ സ്റ്റേഷനടുത്തുള്ള പെറ്റ് ഹബിലാണ് ഞങ്ങൾ പോയത്. നല്ല സർവീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലിയോമോ പിന്നെ ശാന്ത സ്വഭാവക്കാരനായിട്ട് കിടന്നുറങ്ങിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.